രാഷ്ട്രീയ നേതാക്കളെ ഏത് സമയത്ത് കിട്ടിയാലും അവരോട് ഈ രാഷ്ട്രീയം അങ്ങ് ചോദിച്ചു കളയും. അതെ. എനിക്ക് വ്യക്തിപരമായി മാഷോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ മാഷ് നന്നായി വായിക്കുന്ന ആളാണ്. മാഷ് സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റതിന് ശേഷം മാഷിൻ്റെ വായനയൊക്കെ എങ്ങനെയാണ്? യാത്രകളിൽ വായിക്കാറുണ്ടോ? പുസ്തകങ്ങൾ വായിക്കാൻ സമയം കിട്ടുന്നുണ്ടോ മാഷിന്? പുസ്തകങ്ങളൊക്കെ വായിക്കുക എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് കിട്ടാവുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിച്ച് വായിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. യാത്രയിലും അതുപോലെ തന്നെ എവിടെ എത്തുമ്പോഴും പുസ്തകം സ്വന്തം കയ്യിൽ തന്നെ ഉണ്ടാകുമ്പോഴും വായിക്കാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തുക, അങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വായിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. ഈ വായന, എഴുത്ത് തുടങ്ങിയ കാര്യങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളത്. നമ്മൾ 100% സാക്ഷരരായ സമൂഹമാണ്. നമുക്ക് വിലപ്പെട്ട എഴുത്തുകാരുണ്ട്. ലോക സാഹിത്യത്തിനും ഒക്കെ വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഭാഷയാണ് നമ്മുടേത്. അത്തരത്തിൽ എഴുത്തുകാരെ ബഹുമാനിക്കുന്ന ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഇപ്പോൾ എഴുത്തുകാർ വളരെ പ്രധാനപ്പെട്ട ചില അഭിപ്രായങ്ങൾ CPM-മായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളെ വായിക്കുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി എന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അഭിപ്രായങ്ങൾ പറഞ്ഞത് CPM-നുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നത് നിങ്ങളുടെ നിഗമനമാണ്. പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ശരി മാസ്റ്ററെ, ഇപ്പോഴും പറഞ്ഞു തുടങ്ങിയതല്ല, അതിനകത്തൊരു വളരെ മുമ്പേ പറഞ്ഞതാണ്. ശരി, CPM-മായി ബന്ധപ്പെട്ടല്ല എന്നൊരു നിലപാട് പാർട്ടി സ്വീകരിക്കുന്നു. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ബന്ധപ്പെട്ടതാ. CPM-യുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയാൻ സാധിക്കുന്നതല്ല. രണ്ട് ആളാണല്ലോ നിങ്ങളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സാഹിത്യകാരന്മാർ. ഒന്ന് MT ആണ്, മറ്റൊന്ന് M. മുകുന്ദനാണ്. രണ്ടുപേരും പറഞ്ഞതിനെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ പൊതുവായിട്ടുള്ള കാര്യമായിട്ടാണ് അതിനെ കാണാൻ സാധിക്കുക. വിമർശനാത്മകമായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളെയും CPM അതിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത് എന്ന് ഞാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട്, ഇപ്പം CPM-വുമായി ബന്ധപ്പെട്ടല്ല ഈ വിമർശനം എന്നുള്ളത് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക നിലപാടാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഒരു നല്ല വിഭാഗം ജനങ്ങൾ ഔദ്യോഗിക നിലപാടല്ല, ഔദ്യോഗിക നിലപാടെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത് സൂക്ഷ്മമായിട്ട് വായിച്ച എല്ലാവർക്കും മനസ്സിലാവും. കാരണം MT എഴുതിയിട്ടുള്ളത് ഇപ്പോഴെഴുതിയതൊന്നുമല്ല, മുമ്പ് തന്നെ എഴുതിയതാണ്. അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ, എത്രയോ മുമ്പ് തന്നെ എഴുതിയിട്ടുണ്ടത്. അതിനുശേഷമാണ് അത് പ്രസിദ്ധീകരിച്ചത്. 2003-ലാണ്. അന്ന് AK രണിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അപ്പോൾ അത് AK രണിക്കെതിരായിട്ട് ഒരു വിമർശനമായിട്ട് അന്നാരും കണ്ടിട്ടില്ല, എഴുതിയിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പോൾ പൊതുവായിട്ട് സോവിയറ്റ് റഷ്യ ഉൾപ്പെടെയുള്ള നിരവധി സാർവദേശീയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് കേരളത്തിലെ സഖാവ് EMS-ൻ്റെ ഇടപെടൽ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പരാമർശമാണ്, ലേഖനാണെന്ന് പറയാം. അതിനെ CPM-ൻ്റെ പെരടിക്ക് കെട്ടി വെച്ച് ഇപ്പോൾ നിങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് അത് രാഷ്ട്രീയ ഉദ്ദേശം കൊണ്ടാണ്, വേറെ ഒന്നുമില്ല അതിനകത്ത്. ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ വിമർശനങ്ങളെയും, അത് ആരുടെ വിമർശനത്തെയും, അതിപ്പോൾ MT മാത്രമല്ല, M. മുകുന്ദൻ മാത്രമല്ല, പാർട്ടിയെ പറ്റിയോ അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏത് വിമർശനത്തെയും, അത് സാഹിത്യകാരന്മാരാവണമെന്നില്ല, കലാകാരന്മാരാവണമെന്നില്ല, അതുപോലെ തന്നെ സിനിമക്കാരാവണമെന്നില്ല, ഏത് പ്രാദേശിക തലത്തിലുള്ള പാർട്ടിയുമായിട്ട് ബന്ധപ്പെടുന്നതും ബന്ധപ്പെടാത്തതുമായ ആരുടെയും ക്രിയാത്മകമായ വിമർശനങ്ങളെ ഫലപ്രദമായിട്ട് മനസ്സിലാക്കി പരിശോധിച്ച് പോകുന്ന നിലപാടാണ് CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെ തെറ്റിതിരുത്തൽ പ്രക്രിയയിലൂടെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി അതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ CPM-ന് നേരെയുള്ളൊരു വിമർശനമല്ല, ഒരു പൊതുവിമർശനം എന്നുള്ള നിലയ്ക്ക് നമുക്കത് പരിഗണിക്കാം. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് മാധ്യമങ്ങൾ മനഃപൂർവ്വമായി അത്തരത്തിലൊരു വിവാദം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയാമെങ്കിലും MT-യുടെ വിമർശനം, പിന്നീട് വന്ന മുകുന്ദൻ്റെ വിമർശനം, അത് പിണറായി വിജയനെയും CPM-നും നേർക്കുള്ളൊരു വിമർശനമായിട്ട് ഒരു വലിയ വിഭാഗം കരുതുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടി. അതൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തൊക്കെ ആ വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടതുണ്ടോ അതൊക്കെ പരിശോധിക്കുന്നത് തന്നെയാണ്. പക്ഷേ പരിശോധിക്കുമെന്ന് പറയുമ്പോഴും തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്നില്ലല്ലോ മാഷേ. അപ്പൊ എവിടെയാണ് പരിശോധിക്കുക എന്നൊരു സംശയം സ്വാഭാവികമായും കേൾക്കുന്നവർക്ക് തോന്നും. ഇപ്പോൾ ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് പൂർത്തിയാക്കോട്ടെ. ഇതിപ്പോൾ MT ആദ്യം പറഞ്ഞു, പിന്നീട് M. മുകുന്ദൻ പറഞ്ഞു. അത് മാത്രമല്ല, T. പത്മനാഭൻ, ലീലാവതി ടീച്ചർ MD ആദ്യം പറഞ്ഞു
നിങ്ങൾ ആളുകളെ അല്ലല്ല ആളുകളെ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് MD ആദ്യം പറഞ്ഞു എന്നാണ്. MD ആദ്യം എപ്പോൾ പറഞ്ഞത്? ഗോവിന്ദമാഷെ അതിന്റെ കൃത്യമായ കണക്കാണെങ്കിൽ ആദ്യം എപ്പോഴാണ് പറഞ്ഞതെന്ന് EMSന്റെ മരണത്തിന് ശേഷം എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പാണ്. 98 പറഞ്ഞു. അത് ഇപ്പോഴും പ്രസക്തമാണെന്നുള്ളതാണല്ലോ ശ്രീ എം വി ഗോവിന്ദൻ, ഇപ്പോഴും അത് പ്രസക്തമാണ് എന്നുള്ളതാണല്ലോ ചർച്ച വരുന്നത്. ആട്ടെ, ഇനിയും പ്രസക്തമാണ്. ഇപ്പം മാത്രമല്ല, ഇനിയും പ്രസക്തമാണ്. അത് കേരളത്തിനും പ്രസക്തമാണ്, ഇന്ത്യക്കും പ്രസക്തമാണ്, ലോകത്തിനും പ്രസക്തമാണ്. ശരി, പ്രസക്തമായി ഞാൻ ചോദിക്കും.